വെൽക്കം ടു ഷീനാസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ തലശ്ശേരി സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു 4 വലിയ പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പിടി വെളുത്തുള്ളി ഇതെല്ലാം ഒന്നെടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിന് വേണ്ട മസാല പൗഡർ തയ്യാറാക്കാനായിട്ട് ഞാൻ വോൾ സ്പൈസസ് എടുത്തിട്ടുണ്ട്. അതായത് 2 വറ്റൽമുളക്, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ വലിയ ജീരകം, ചെറിയ ജീരകം, 6 ഏലക്ക, ഒരു പക്കോലം, പട്ട, പൂവ്, ഗ്രാമ്പു എല്ലാം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുക്കണം. ഞാനിതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. ഇവിടെ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് എല്ലാത്തിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇനി ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, അതുപോലെ 3 ടീസ്പൂൺ, കൂടാതെ ഒരു 3 ടീസ്പൂൺ തൈരും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 കഷ്ണം നാരങ്ങനീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ലാസ്റ്റ് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളിതൊരു 1/2 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കണം. അപ്പോഴേക്കും നമ്മൾ ഇട്ട് കൊടുത്ത മസാല എല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിതൊരു 1/2 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ആവശ്യമുള്ളത് ഒരു 7 വെല്ലുള്ളി അരിഞ്ഞതാണ്. ഞാൻ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. കൂടാതെ ഒരു 4 തക്കാളി, അതും നീളത്തിൽ തന്നെയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. കൂടാതെ ഞാൻ ഒരു ക്യാരറ്റ്, കുറച്ച് മല്ലിയില, പുതിനയില ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നമ്മളെ ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ചൂടായ ഓയിലിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. നമ്മളിത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ നമ്മൾ മുഴുവനായിട്ട് വേവിച്ച് ക്രിസ്പി ആക്കി എടുക്കുന്നില്ല. ഒരു 1/4 വേവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ബാക്കി നമ്മൾ മസാല തയ്യാറാക്കുന്ന സമയത്തും ദമ്മിടുന്ന സമയത്തെല്ലാം നന്നായി ചിക്കൻ വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മൾ ചിക്കന് പാകത്തിന് വേവായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കി ഒന്ന് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. റൈസ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്ക, പട്ട, പൂവ്, വലിയ ജീരകം അങ്ങനെ എല്ലാ വോൾ സ്പൈസസും നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊരു ടീസ്പൂണോളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ക്യാരറ്റ് അരിഞ്ഞു വെച്ചും കൂടി ഒന്ന് ചേർക്കുകയാണ്. ഈ ക്യാരറ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാല പൗഡർ നമ്മൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഈ സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്തെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. എല്ലാം നന്നായി മിക്സായി എല്ലാത്തിൻ്റെ സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, ചേർത്ത് കൊടുക്കുകയാണ്. 1 കിലോ അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളെല്ലാം കൂടി ആ നെയ്യിലൊന്ന് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഏത് പാത്രത്തിലാണോ അരി അളന്നെടുത്തത് ആ പാത്രത്തിൽ തന്നെ അരിയുടെ ഇരട്ടി വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ റൈസ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കുറച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയിൽ നിന്നും ഏകദേശം 1 പിടി ഉള്ളി എടുത്ത് ചേർത്താൽ മതി. ഇത് നമുക്ക് ദമ്മിടുന്ന സമയത്ത് ലെയറിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാണ്. ഇതുപോലെ നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഉള്ളി മാറ്റിയതിന് ശേഷം ചിക്കൻ മസാലയ്ക്കുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് വഴറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് വരും. ഇത് നന്നായി കളറ് മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല.
ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആദ്യം ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരു 4 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ സമയത്ത് നമ്മൾ മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം നന്നായി മിക്സായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാല പൗഡർ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുകയാണ്. കൂടാതെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടികളുടെ പച്ചമണമെല്ലാം മാറി നന്നായി മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ റൈസിന് ആവശ്യമായിട്ടുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ആകെ ഡ്രൈ ആയിട്ടിരിക്കും. നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ദം ഇടാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് നെയ്യൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ റൈസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം വീണ്ടും നമ്മൾ കുറച്ച് നെയ്യ് തളിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും കൂടി ഒന്ന് ഇതിന് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയർ കംപ്ലീറ്റ് ആയി. ഇതുപോലെ സെക്കൻഡ് ലെയറും ഒന്ന് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അത് കുറച്ച് നെയ്യ് തളിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് മുകളിലായിട്ട് മല്ലിയിലയും പുതിനയിലയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് നമ്മൾ ഒരു 1/2 കഷ്ണം നാരങ്ങ നീര് കൂടി ഇതിന് മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തതിന് ശേഷം ദമ്മിട്ട് കൊടുക്കുകയാണ്. ദമ്മിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാവൂ. അതൊരു 15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മളെ ബിരിയാണി എല്ലാം പാകത്തിന് വെന്ത് നന്നായി സെറ്റായി നല്ല സ്മെല്ലെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ തലശ്ശേരി സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ബിരിയാണി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അയയ്ക്കുക. താങ്ക് യു.